നമസ്കാരം. തുടർ പരാജയങ്ങളിൽ തളരാത്ത പോരാളി, പൊരുതി നേടിയ ആദ്യ ജയത്തിൽ തന്നെ മന്ത്രി ബിന്ദു കൃഷ്ണയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. സ്വാഗതം. താങ്ക് യു സോ മച്ച്. വലിയ ഉത്തരവാദിത്തമാണ്, എന്താണ് പറയാനുള്ളത്? ആദ്യം തന്നെ ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവും. ഈ ഒരു അംഗീകാരത്തിലേക്ക് എന്നെ പ്രാപ്തിയാക്കിയത് കൊല്ലത്തെ പ്രിയപ്പെട്ട ജനങ്ങളാണ്. അവർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പകർന്നു തന്ന പിന്തുണയുടെ കരുത്തിലാണ് വിജയിച്ചു വന്നത്. വിജയിച്ചു വന്നപ്പോൾ തന്നെ ഇത്തരത്തിലൊരു പദവിയിലേക്ക് എത്തിച്ച പാർട്ടിക്ക് നന്ദി. അതോടൊപ്പം തന്നെ കേരളം മുഴുവൻ UDFന് വിസ്മയകരമായ ഒരു ഭൂരിപക്ഷം തന്ന കേരള ജനതയ്ക്കും നന്ദി. തൊഴിൽ വകുപ്പ്, എനിക്ക് തോന്നുന്നു ആദ്യത്തെ വനിതാ തൊഴിൽ മന്ത്രി, ക്ഷീരവികസനം, ഒപ്പം തന്നെ വനിതാ ശിശുക്ഷേമം. വലിയ ഉത്തരവാദിത്വമാണ്, വലിയ പ്രതീക്ഷകളാണ് പുതിയ മന്ത്രിസഭയിൽ ആകെ തന്നെ ഉള്ളത്. അതിനെങ്ങനെ കാണുന്നു? എൻ്റെ അച്ഛനും അമ്മയും തൊഴിലാളികളായിരുന്നു. ഞാൻ ഈ തൊഴിൽ വകുപ്പ് വിട്ടൊന്നും പ്രതീക്ഷിച്ചതല്ല. തീർച്ചയായും അതിനെ വലിയ അംഗീകാരമായി കാണുന്നു. ഏറ്റവും കൂടുതൽ ലോകമെമ്പാടും തൊഴിലാളികളാണ് ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന ശക്തി എന്ന് പറയുന്നത്. അവരുടെ വെൽഫെയർ അതുതന്നെയാണ് ഈ മന്ത്രിസ്ഥാന ലബ്ധിയിലൂടെ കിട്ടിയ സ്ഥിതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ക്ഷീരവികസനം മലയാളികൾക്ക് പ്രിയപ്പെട്ടതാണല്ലോ. ആ വകുപ്പും പരമാവധി നന്നായി ചെയ്യും. അതിനുമപ്പുറത്തേക്ക് ഒരു വനിത എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രാധാന്യം കൊടുക്കാൻ ആഗ്രഹിക്കും. ഒരുപക്ഷെ ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ യുവജന രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളാണെങ്കിലും ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ളത് വനിതകളുടെയും കുഞ്ഞുങ്ങളുടെയും വിഷയങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ ആ വകുപ്പും ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രാഥമിക ആലോചനകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങളിൽ തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായും. ഒന്നാമതായി UDF സർക്കാരിന്, ശ്രീ VD സതീശൻ സർക്കാരിന് വലിയൊരു വിഷനുണ്ട്. അത് ഞങ്ങൾ എയിം ചെയ്യുന്നത് 2031 ആണ്. 2031 എത്തുമ്പോഴേക്കും ഈ കേരളത്തെ എത്രത്തോളം മാറ്റണം എന്നതിനെക്കുറിച്ച്, മാറ്റം എന്ന് പറയുന്നത് പുരോഗമനപരമായ നല്ല മാറ്റത്തെക്കുറിച്ചാണ്. ആ നിലയിലേക്കൊരു കാഴ്ചപ്പാട് സർക്കാരിനാകെ തന്നെ ഉണ്ട്. അതിൽ ഒട്ടും പിന്നിലല്ലാതെ തേജസ്സോടുകൂടി തൊഴിൽ വകുപ്പും വനിതാ ശിശുക്ഷേമ വകുപ്പും ക്ഷീരവികസന വകുപ്പും മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും ആദ്യം നേരിടാൻ പോകുന്ന വെല്ലുവിളി ലേബർ കോഡ് സംബന്ധിച്ച് തന്നെയാണ്. കാരണം ഇപ്പോൾ തൊഴിൽ നിയമങ്ങൾ ഇല്ലാത്ത സംസ്ഥാനമായി നമ്മൾ മാറിയിരിക്കുകയാണ്. ലേബർ കോഡിനെതിരായ വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആദ്യം ഒരു തീരുമാനം അതുമായി ബന്ധപ്പെട്ട് എടുക്കണം. അപ്പോൾ അതിനുള്ള നീക്കങ്ങൾ എന്തായിരിക്കും? സാധ്യമായ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ക്രിയാത്മകമായി ഇടപെടൽ നടത്താൻ പറ്റുന്നിടത്ത് നടത്തും. നമുക്കറിയാം, അതൊരു കേന്ദ്ര നിയമമാണ്. സംസ്ഥാനത്തിന് പരിമിതമായ ഇടപെടൽ നടത്താൻ പറ്റും. ഈ റൂൾസ് ഫ്രെയിം ചെയ്യുന്ന കാര്യവുമായി ബന്ധപ്പെട്ടാണ് അത്. അതിനെ ഫോളോ ചെയ്തല്ലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. എന്തായാലും പരിശോധിക്കും. അപ്പോൾ മനസ്സിലുള്ളത് തൊഴിൽ രംഗത്തെ നിലനിർത്തുക, തൊഴിലാളി ക്ഷേമം ഉറപ്പുവരുത്തുക. അതിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ കണക്കിലെടുക്കുമോ? തീർച്ചയായും പ്രതിഷേധം. ഞാനും ഒരുപാട് പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ല. ഈ കരിനിയമങ്ങൾക്കെതിരായിട്ടൊക്കെ നിരവധി പ്രതിഷേധങ്ങൾ പങ്കെടുത്തിട്ടുള്ളവരാണല്ലോ. നമ്മളൊക്കെ അതിനൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ളവരാണല്ലോ. തീർച്ചയായും നിയമപരമായും ഭരണപരമായും വരുമ്പോഴുണ്ടാകുന്ന സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ചെയ്യാവുന്ന സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഇപ്പോൾ 2 വകുപ്പുകൾ ഒരുമിച്ച് വരികയാണ്. ഈ നമ്മളുടെ സാധാരണക്കാരായ തൊഴിലാളികൾ, ടെക്സ്റ്റൈൽസുകളിൽ വർക്ക് ചെയ്യുന്നവർ, അടിസ്ഥാന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ച് നിയമങ്ങളുണ്ട് എങ്കിൽ പോലും അതിൻ്റെ ഒന്നും സംരക്ഷണം അവർക്ക് കിട്ടാത്ത വലിയ സാഹചര്യമുണ്ട്, ഇപ്പോഴുമുണ്ട്. ഒന്ന് ജോലി സമയത്ത് ഇരിക്കാൻ, ശുചിമുറി ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ അതിനൊക്കെയുള്ള സൗകര്യങ്ങളും അവസരങ്ങളും ഒക്കെ കുറഞ്ഞു പോകുന്നതിന് വലിയ പരിമിതികൾ. എന്തിടപെടൽ നടത്താൻ പറ്റും? ആദ്യം കാര്യക്ഷമ ഇടപെടൽ നടത്തിയേ മതിയാവും. ഇപ്പം നമ്മളൊക്കെ ഓരോ ദിവസവും കാണുന്നതുമാണ്, അവരുമായിട്ടൊക്കെ അറിയുന്നതാണ്. അതിനൊക്കെ പരിശോധിച്ച് നടപടിയെടുക്കും. എന്താ പറയുക, നമുക്കൊരു നിയമപരമായ സംരക്ഷണം. ഇപ്പം 8 മണിക്ക് വിശ്രമം ഇരിക്കാൻ ഇരിപ്പിടം കൊടുക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ശുചിമുറികൾ ഉപയോഗിക്കാൻ സാഹചര്യം ഒരുക്കണമെന്നുണ്ട്. അങ്ങനെ ഇപ്പം ഞാനൊക്കെ എവിടെ ചെന്നാലും ശ്രദ്ധിക്കാറുണ്ട്, അപ്പോൾ അവിടെയൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ സംഗതിയൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോൾ എങ്ങനെ എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ഇടപെടൽ ഇനി ഭരണതലത്തിൽ നിന്ന് നടത്തും. പ്രൈവറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിൽ സംബന്ധമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവർക്ക് എവിടെ പറയണം, ആരോട് പറയണം, ചോദിക്കാൻ ആരുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥ ഇപ്പോഴും പലയിടങ്ങളിൽ നിലനിൽക്കുന്നു അല്ലേ? അവർ പറഞ്ഞു വിട്ടാൽ പറഞ്ഞു വിട്ടു, തീർന്നു എന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ തൊഴിൽ സംരക്ഷണം, തൊഴിൽ സുരക്ഷ എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കൊരു തൊഴിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ 2 വകുപ്പുകൾ ഒരുമിച്ച് വരുമ്പോൾ അതിലൊക്കെ ക്രിയാത്മകമായി എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നു ലോകമെമ്പാടും ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നമാണ്, ഇന്ന് ഞാൻ ജോലിയിലുണ്ട്, നാളെ നേരിടുമ്പോൾ എനിക്ക് ജോലിയില്ല, ചോദിക്കാൻ ആളില്ല, പറയാനില്ല. പലയിടത്തും എത്രയോ വൻകിട കമ്പനികളിൽ, ബഹുരാഷ്ട്ര കുത്തക കമ്പനികളടക്കം ജീവനക്കാരെ പിരിച്ചുവിടുക.
എന്നതടക്കമുള്ള ഇവിടുത്തെ ലേബർ കോഡ് സംബന്ധിച്ച് നമുക്ക് ആശങ്കയുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തണം. സ്ത്രീകൾ ജോലി ചെയ്യുന്ന മേഖലകൾ അവിടെ മനുഷ്യാവകാശങ്ങളൊക്കെ പലയിടത്തും കുറവാണ്. അതുകൊണ്ട് അതിൽ ക്രിയാത്മക ഇടപെടൽ വേണം. പിന്നെ മദർഹുഡ്, അമ്മയാവുക എന്നുള്ളത് ഒരു ജന്മാവകാശമാണ്, അത് പ്രകൃതിയുടെ. അതിലൊരു കുഞ്ഞുങ്ങളെ നോക്കാൻ തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക് കുഞ്ഞുങ്ങളെ വളർത്താനുള്ള സാഹചര്യങ്ങൾ അതൊക്കെ നിയമത്തിലൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം നടപ്പാക്കുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഇടപെടൽ പരിശോധന ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത്തരം കാര്യങ്ങൾ ഇടപെടും. അതുപോലെ തന്നെ ശിശുക്ഷേമ സമിതികളടക്കമുള്ള കുട്ടികളെ സംബന്ധിച്ചുള്ള ഓരോ ഇടങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് അവകാശങ്ങളെക്കുറിച്ച് പറയാൻ അറിയത്തില്ല. ഇനിയിപ്പോൾ കുടുംബത്തിൽ വളരുന്ന കുഞ്ഞാണെങ്കിൽ പോലും അതിൻ്റെ അച്ഛനും അമ്മയും കുടുംബക്കാരും മാത്രമല്ല അതിനെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ളവർ. ഈ സമൂഹവും ഗവൺമെൻറ്റും ഒക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ കേരളത്തിലൊരു സർക്കാർ കണ്ണിൽ എണ്ണയൊഴിച്ചുണ്ടാകും. സ്ത്രീ സുരക്ഷയും നമ്മളെ എപ്പോഴും നമ്മളതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. സ്ത്രീ സുരക്ഷ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിൽ ഇടപെടലുകൾ ഉണ്ടാകുമോ? സ്ത്രീ സുരക്ഷയാണ് ഈ സർക്കാരിൻ്റെ പൊതുമുഖമുദ്ര. കഴിഞ്ഞ സർക്കാരും അങ്ങനെയൊക്കെ പറഞ്ഞത്. സർക്കാർ ഒപ്പമുണ്ടെന്ന് പറയും, പക്ഷെ നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും വേട്ടക്കാരോടൊപ്പം ഓടുന്നത് കാണുന്നത്. മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് സർക്കാർ ഒപ്പമുണ്ട് എന്ന് പറയുകയും മറിച്ച് ഒക്കെ നമ്മൾ കണ്ടു. ഇനി ഈ സർക്കാരിൻ്റെ കാര്യത്തിൽ തീർച്ചയായും അങ്ങനെയല്ല. നമ്മൾ വളരെ കൃത്യമായി തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം, ജെന്യുവിൻ കേസസ് അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാത്ത ഫോൾസ് അലിഗേഷൻസ് ഏറ്റെടുത്ത് പോകുന്നതല്ല. തീർച്ചയായും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ സ്ത്രീ ആയതുകൊണ്ട് മാത്രം അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യത്തെ ഒരിക്കലും സന്ധി ചെയ്യാനാകില്ല. ശക്തമായ നിലപാടുകളുമായി മുന്നിലുണ്ടാകും. ഇപ്പോൾ ഈ മന്ത്രിസഭ എടുക്കുകയാണെങ്കിൽ 2 വനിതാ മന്ത്രിമാരാണുള്ളത്. എപ്പോഴും സ്ത്രീ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ പറയുകയും സ്ത്രീകൾ കൂടുതൽ മുന്നോട്ട് വരണം എന്നുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ മടി കാണിക്കാത്തയും ഒരു വ്യക്തിയാണ് ബിന്ദു കൃഷ്ണ. ഇത്രയും മതിയോ സ്ത്രീ പ്രാതിനിധ്യം നമ്മുടെ മന്ത്രിസഭയിൽ? ഒരിക്കലല്ല. 2 വനിതാ മന്ത്രിമാരും ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കറും അടക്കം 3 വനിതകളെ ക്യാബിനറ്റ് റാങ്കിൽ കൊണ്ടുവന്നെന്ന സന്തോഷം മറച്ചു വയ്ക്കുന്നില്ല. കാരണം ഒന്നായിരുന്നല്ലോ. 1 നിന്ന് 3 എന്നുള്ളത് അതൊരു വലുത് തന്നെയാണ്. പക്ഷെ അത് മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അല്ല. ഞാൻ എപ്പോഴും എൻ്റെ സ്വപ്നമായി പങ്കുവയ്ക്കാറുള്ളതാണല്ലോ. രാഷ്ട്രീയമായാലും ഭരണരംഗമായാലും ഔദ്യോഗിക രംഗമായാലും തൊഴിലിടങ്ങളായാലും എവിടെയായാലും മനുഷ്യൻ ഇടപെടുന്ന എല്ലാ മേഖലയിലും അവിടെയെല്ലാം ഏത് കാര്യത്തിൽ ഒരു സെലക്ഷൻസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവിക പ്രക്രിയകളുണ്ട്. ഈ 2 വാക്കുകൾ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നു. ആരുടെയും ഔദാര്യമില്ലാതെ പകുതി സ്ത്രീകളാക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ശരിയാ ഇവിടെ ജെൻഡർ അങ്ങനൊരു വ്യത്യാസമില്ല, ലിംഗഭേദമില്ല എന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തണം. ഈ സർക്കാർ എടുക്കേണ്ടി വരുന്ന ഏറ്റവും ആദ്യം പറയേണ്ടി വരുന്ന ഒരു നിലപാട് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടായിരിക്കുമല്ലോ. അതിലെന്താണ് മിനിസ്റ്ററുടെ നിലപാട്? അത് ക്യാബിനറ്റ് കൂട്ടുത്തരവാദിത്തത്തോടുകൂടി ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഞാനും ഒരു കൊല്ലംകാരിയാണ്. അപ്പോൾ കൊല്ലത്തിന്റെ മന്ത്രിയായി എന്താണ് ഏറ്റവും പ്രഥമ പരിഗണനയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം? ഒരുപാട് കാര്യങ്ങളുണ്ട്. കൊല്ലം നിയോജകമണ്ഡലം വികസനം ഒരു MLA സാന്നിധ്യം ഇല്ലാതിരുന്നതിൻ്റെ എല്ലാ വിഷമം അവിടെ ഉണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യും. എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം ജില്ലാ ആശുപത്രിയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരനുമായി ബന്ധപ്പെട്ട് ജില്ലാ ആശുപത്രി നമ്മൾ ചെല്ലുന്ന സ്പീഡിൽ തിരുവനന്തപുരത്തേക്ക് തുണ്ട് തിരിയുക. അവിടെ ചികിത്സാ സൗകര്യങ്ങളുടെ ഭൗതിക സൗകര്യം, ഡോക്ടേഴ്സിൻ്റെ നഴ്സസിൻ്റെ ഒന്നും കുഴപ്പം കൊണ്ടല്ല, അവിടുത്തെ പരിമിതമായ സാഹചര്യങ്ങൾ ഇതൊക്കെ മാറ്റി നല്ല ആരോഗ്യരംഗം, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, റോഡുകൾ, കൂട്ടിമുട്ടാത്ത ഒത്തിരി പാലങ്ങളുണ്ട് ഞങ്ങൾക്ക്. അതൊക്കെ എന്താ പറയുക, ലോകാത്ഭുതങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നേരെയാക്കണം. റോഡുകൾ, പാലങ്ങൾ, കുടിവെള്ളം. ഇപ്പോൾ മൺസൂൺ തുടങ്ങാൻ പോവുക, അതുകൊണ്ട് മഴക്കാലപൂർവ്വ കരുതലുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നിട്ട വഴികൾ നോക്കുമ്പോൾ ഇത്രമാത്രം ദുർഘടമായ പാതകൾ താണ്ടിയാണ് ഇന്നിവിടെ ബിന്ദുകൃഷ്ണ എത്തിയിരിക്കുന്നത്. തീർച്ചയായും ഒരുപാട് ദുർഘടമായ പാതകളുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു തടസ്സമല്ല. നമ്മൾ അങ്ങ് പോവുക, നമ്മൾ നേരെ നോക്കി ജെനുവിനായി, സത്യസന്ധമായി, ആത്മാർത്ഥമായി. ഇത്തരം കാര്യങ്ങൾക്കൊന്നും കുറുക്ക് വഴികളില്ല. കഠിന പ്രയത്നം മാത്രമാണ്. ഇപ്പം നാളെ മന്ത്രിയാവുമെന്ന് പറഞ്ഞ് പ്രവർത്തിച്ചിറങ്ങിയ ആളൊന്നുമല്ല ഞാൻ. പക്ഷേ നമ്മൾ അതത് കാലത്ത് ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വമാണ്. ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധി. അപ്പോൾ ഒരു പ്രതിസന്ധി ജീവിതത്തിലുണ്ടാകുമ്പോൾ വിഷമമൊക്കെ വരും. പക്ഷെ തൊട്ടടുത്ത നിമിഷം അതിനെങ്ങനെ മറികടക്കാം എന്നാണ് ആലോചിക്കുന്നത്.
നീന്തി പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ കൊല്ലത്തെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ ഞങ്ങൾ മാധ്യമപ്രവർത്തകരായില്ല, അല്ലെങ്കിൽ ഇലക്ഷൻ വരികയാണ്, അല്ലെങ്കിൽ എന്താണ് കൊല്ലത്തെ സംബന്ധിച്ചൊരു കാര്യം റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു മൂഡ് എന്താ മനസ്സിലാക്കണം. നമ്മൾ കശുവണ്ടി തൊഴിലാളികളുടെ അടുത്തേക്ക് പോകും, അവർക്ക് എന്താണ് പറയാനുള്ളത്, അത് കൃത്യമായി ആ മൂഡിനെ പ്രതിഫലിപ്പിക്കുന്നതായിരിക്കും ഇലക്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ. അങ്ങനെ ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് കൊല്ലത്തിൻ്റെ മന്ത്രിയായി മാറുകയാണ്. എല്ലാവരെയും സംബന്ധിച്ച് ഒരു പ്രചോദനമാണത്. ഞാനതൊന്നും അത്ര വലിയ മഹത്വപൂർണ്ണമായ കാര്യമാണ് തോന്നില്ല. എൻ്റെ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നു, കൂട്ടത്തിൽ കൂടെ സഹായിക്കുക, അത് പഠനം കൊണ്ട് ശരിയാണ്. പക്ഷേ ഒന്നിനു വേണ്ടി പറ്റുന്ന ഒരിക്കലും മാറ്റി വെച്ചിട്ടില്ല. പഠനത്തിൽ വീഴ്ച വരുത്താതെ പരമാവധി ജോലികൾ അച്ഛനും അമ്മയും സഹായിച്ച് ആ ദിവസം ഇപ്പോഴായാലും ഞാൻ വീട്ടിൽ ചെന്നാൽ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യുക എന്നുള്ളത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. അത് ചെയ്തു പോയി കൃത്യമായി. എനിക്ക് പുറത്തൊക്കെ എപ്പോഴും ഞാൻ രാഷ്ട്രീയം ചെറുപ്പം തൊട്ടേ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ പോകുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അതിലൊന്നും അമ്മ കശുവണ്ടി ഫാക്ടറിയിൽ ഏത് സെഷനിലായിരുന്നു ജോലി? അമ്മ കൊട്ടിയത്തെ കാഷ്യൂ ഫാക്ടറിയുടെ 1-ാം നമ്പർ ഫാക്ടറിയിലെ ഷെല്ലിംഗ് തൊഴിലാളിയായിരുന്നു. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കും അമ്മയ്ക്ക് അസുഖമായി. അതിനുശേഷം പിന്നെ പോയിട്ടില്ല. അവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്. അമ്മ തൊഴിൽജന്യമായ രോഗമായി ബന്ധപ്പെട്ട ഇരുന്ന് തൊഴിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് രോഗമായി സർജറി നടത്തി. സർജറിയിലൊരു കൈപ്പിഴ കണ്ടാണ് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ച് ബുദ്ധിമുട്ടുകളും ദുരിതപൂർണ്ണമൊക്കെ കാര്യങ്ങളുണ്ടായത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ESI ആനുകൂല്യം കിട്ടേണ്ടതാണ്, അതിൻ്റെ കോമ്പൻസേഷൻ. പക്ഷേ കിട്ടിയില്ല. അപേക്ഷിച്ച് അച്ഛൻ അമ്മയുടെ അപേക്ഷയുമായി കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. ESIയുടെ ലോക്കൽ ഓഫീസ്, ജില്ലാ ഓഫീസ്, റീജിയണൽ ഓഫീസ്, അങ്ങനെ കയറി ഒന്നും കിട്ടാതെ വന്ന അവസാനം ESI കോർട്ടിൽ പെറ്റീഷൻ കൊടുത്ത് കുറേ വർഷം കേസ് നടത്തി. ESI കോർട്ടിൽ ഞങ്ങൾക്ക് അമ്മയ്ക്ക് അനുകൂലമായി വിധി കിട്ടി. അപ്പോൾ കാണാം ESI കോർപ്പറേഷൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള സാധാരണ കുടുംബത്തിലെ ആളുകൾക്ക് പോകാൻ പറ്റത്തില്ല. പക്ഷേ പാർട്ടിയുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ കുറേയൊക്കെ സൗജന്യമായി ചെയ്തു തന്നുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി. വർഷങ്ങൾ ഹൈക്കോടതി കേസ് നടത്തി. ഹൈക്കോടതി കേസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ പോകുന്നു സുപ്രീം കോടതി. നമുക്ക് സുപ്രീം കോടതി പോകാനുള്ള സാഹചര്യം അന്നൊട്ടുമില്ല. എങ്കിൽ പോലും തളരാതെ സുപ്രീം കോടതി പോകാമെന്നും പറഞ്ഞ് അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിൽ കോടതി സ്പെഷ്യൽ അനുവദിക്കാത്തത് കൊണ്ട് അത് തിരിച്ചു വന്നു ESI. ആ ESI കോർട്ടിൽ തിരിച്ചു വരുമ്പോൾ ഞാൻ വക്കീലായി കഴിഞ്ഞു. ഞാനാണ് ഫൈനൽ വാദം പറഞ്ഞ് എൻ്റെ അമ്മയ്ക്ക് ആനുകൂല്യം വാങ്ങിച്ചു കൊടുത്തത്. അതെന്നും സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി ചായക്കടക്കാരനാണ് എന്ന് പറയാറുണ്ടല്ലേ. ബിന്ദുകൃഷ്ണ അച്ഛനെ സഹായിക്കാൻ ചായക്കടയിൽ ജോലി ചെയ്തിട്ട് അവിടെ നിന്നിപ്പോൾ വളർന്നതാ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ മറികടന്ന് ഇപ്പോൾ മന്ത്രിസ്ഥാനത്ത് വരെ എത്തി. ആ കാലം എങ്ങനെയാണ് ഓർക്കുന്നത്? ആ കാലം ശരിയാണ്. നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ എല്ലാവരും ഏകദേശം ഒരേ രീതിയിലായിരുന്നു. എല്ലാവരും അവരുടെ അച്ഛനമ്മമാർ അവരുടെ വീട്ടിലെ സാഹചര്യം. എൻ്റെ അയലത്ത് വീട്ടിലെ എല്ലാവർക്കും പശുവും ആടും അങ്ങനെയുണ്ട്. കുറേ കുട്ടികൾ അത് സഹായിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ വീട്ടിലും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാത്തിലും എന്താ പറയുക, ചുക്ക് വരാത്ത കഷായം ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ ചേരാത്ത ഒരു കാര്യമില്ല. ചായ അടിക്കാൻ ഇല്ല, അത് അച്ഛനൊക്കെ അല്ലേ ചെയ്യും, അതൊന്നും ചെയ്യത്തില്ല. അതൊക്കെ പിന്നീട് വളർന്നു വന്ന് നമ്മൾ പാചകമൊക്കെ തുടങ്ങിയ സമയത്തെ അല്ലാന്നുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ടീവ് സിസ്റ്റം ആണല്ലോ നമ്മൾ. ഞങ്ങൾക്ക് കൃഷി ധാരാളമായി ഉണ്ടായിരുന്നു. ഈ പറയുന്ന സമയത്തൊക്കെ തന്നെ നെൽകൃഷി അടക്കം ഉണ്ടായിരുന്നു. കറ്റ കൊയ്യാനും അടിക്കാനും അത് ചുവന്നുകൊണ്ട് പുരയിടം കുറച്ചുകൂടെ ഇവിടെ വീട്ടിലെവിടെയുണ്ട്, കുറച്ചുകൂടെ ദൂരെയുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. ഇതൊന്നും ഒരു ഭാരമല്ല, അത് പാർട്ട് ഓഫ് ലൈഫാണ്. അവിടെ നിന്ന് പഠിക്കാനും രാഷ്ട്രീയ പ്രവർത്തനത്തിനും ഒക്കെ എങ്ങനെ സമയം കണ്ടെത്തി? എല്ലാത്തിനും സമയം കണ്ടെത്തി. ചെറുപ്പകാലത്ത് ഏറ്റവും സ്കൂളിലൊക്കെ സമയത്ത് ചെറുപ്പകാലത്തൊക്കെ കൂടുതലും പാർട്ടി സമ്മേളനങ്ങൾ വല്ലപ്പോഴും വരുമ്പോഴും തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായപ്പോഴാണ് മുഴുവൻ സമയം പ്രവർത്തനം. എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല. കാരണം ഓർമ്മ വെച്ച കാലം മുതൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലാണ്. എങ്ങനെയെന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് പോകുമ്പോൾ അച്ഛൻ എല്ലാ വീട്ടിലും കയറി വോട്ട് ചോദിക്കാൻ പോകുമ്പോൾ അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ള മാമാരും പോകുമ്പോൾ ഞാൻ കൂട്ടത്തിൽ പോകും. നോട്ടീസ് കൊടുക്കാനാണ് ഏറ്റവും ഇഷ്ടം. ഓരോ വീട്ടിൽ ചെന്ന് ആദ്യം വാതിൽ വരണം. അത് ഇന്നത്തെ പോലെ അടുപ്പിച്ചടുപ്പിച്ച് വീടില്ല. ഒരു വീട് കഴിഞ്ഞ് കുറേ ദൂരം അങ്ങനെയൊക്കെ ആ കിലോമീറ്റർ നടക്കണമെന്ന് നമുക്കൊരു വിഷയമില്ല. ഓടി വീടുകളിൽ കയറി അത് കൊടുക്കും. പിന്നെ പ്രധാനപ്പെട്ട സന്തോഷം എന്ന് പറഞ്ഞാൽ അന്ന് ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് തോരണങ്ങളൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ വർണ്ണക്കടലാസ് വാങ്ങിച്ചുകൊണ്ട് വന്ന് മുറിച്ച് ചെറിയ കയറിങ്ങനെ നിവർത്തി കെട്ടും. എന്നിട്ട് അതിനകത്ത് ഒട്ടിക്കും. പശ വെച്ച് ഓരോന്ന് ഒട്ടിച്ചു. അവസാനം വർണ്ണാഭമായ തോരണങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംതൃപ്തിയാണ് അല്ലെങ്കിൽ സന്തോഷമാണ് ഉള്ളത്. അതായിരുന്നു എൻ്റെ രാഷ്ട്രീയം. അത് ഒക്കേഷണലായിട്ട് ഇങ്ങനെ സ്ഥിരമായി ഉണ്ടായിരുന്നു. ഒരു 5-6 ക്ലാസ് ആയപ്പോഴേക്കും അതൊക്കെ അനൗൺസ്മെൻറ്റ് പറയും. തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അനൗൺസ്മെൻറ്റ്. പിന്നെ അനൗൺസ്മെൻറ്റൊക്കെ ആയപ്പോഴത്തെ അടിയാണ്. അടി മീൻസ്
ഓരോ മണ്ഡലത്തിലെ ആളുകളുണ്ടല്ലോ, പിന്നെ പിടിച്ചുകൊണ്ട് പോകാൻ ആളുകൾ വരും. പെൺകുട്ടികളൊന്നും പൊതുവേ സ്ത്രീകൾ അന്ന് രാഷ്ട്രീയത്തിലില്ല. പെൺകുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ പാർട്ടിക്കാർക്ക് ഭയങ്കര സന്തോഷം. ഒരു കൂട്ടർ വിളിച്ച് എൻ്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞാൽ കട്ടച്ചൽ ചാത്തന്നൂർ. അന്നത്തെ കാലത്ത് ഈ ചാത്തന്നൂർ ഞങ്ങളുടെ പുരയിടം കഴിഞ്ഞാൽ അത് അടുത്ത നിയോജകമണ്ഡല, നെടുവത്തൂർ നിയോജകമണ്ഡല, ഇപ്പുറത്ത് ചാത്തന്നൂർ നിയോജകം. ഈ മണ്ഡലത്തിലെ ആ മണ്ഡലത്തിലെ ആളുകൾ രാവിലെ വരും, ആദ്യം വരുന്ന വണ്ടി കൊണ്ടുപോകും. അങ്ങനെയൊക്കെ അനൗൺസ്മെൻറ്റ്. ഒരു 7ാം ക്ലാസ് തൊട്ടേ പ്രസംഗം തുടങ്ങി, പിന്നെ സ്ഥിരമായി പ്രസംഗം അതൊക്കെ തുടർന്നു. പക്ഷെ അന്നൊന്നും ഒരു മുഴുവൻ സമയ രാഷ്ട്രീയം അല്ല കേട്ടോ. അത് കഴിഞ്ഞ് ശരിക്കും ഔദ്യോഗിക രീതിയിൽ രാഷ്ട്രീയം തുടങ്ങുന്നത് കൊല്ലം എസ് എൻ വനിതാ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് KSUവിൻ്റെ ഭാരവാഹിയായി, ഭാരവായി. പിന്നെ ശരിക്കും മുഴുവൻ കോട്ട, അത് ദേശയുടെ കോട്ട, അവിടെയും കോട്ട, അതിനൊക്കെ വലിയ കോട്ടയിലോട്ടാണ് പിന്നെ പോകുന്നത് ഡിഗ്രിയിൽ. കൊല്ലം എസ് എൻ കോളേജ് റെഡ് ഫോർട്ട് ഓഫ് SFI എന്ന് ബോർഡ് തന്നെ എഴുതി വെച്ചിട്ട് അത് അക്ഷരാർത്ഥത്തിൽ നടപ്പാക്കുന്ന കോളേജിൽ KSU എന്ന് എഴുതി കാണിച്ച് അടി കിട്ടും. വേറെ പറയേണ്ട മുദ്രാവാക്യം വിളിക്കാം. അതെ അതെ. അങ്ങനെയുള്ള കോളേജിൽ KSU പ്രവർത്തനം തുടങ്ങി. അയ്യോ എന്തൊക്കെ പ്രതിസന്ധികളായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പഠിക്കുമ്പോൾ പോലും കലുഷിതമായിരുന്നു ആ കോളേജ്. വളരെ കുറച്ച് ദിവസം മാത്രം സമരം ഇല്ലാണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോളേജ്. ഞാൻ ഓർക്കുക ഒരു സമര സമയത്താണ് ഞാൻ ശരിക്കും KSU പ്രവർത്തനം പരസ്യമായി തുടങ്ങിയത്. ഒരിക്കൽ ഒരു ABVP SFI അടി ഉണ്ടായി, കോളേജിൽ അടച്ചിടുക അനിശ്ചിതമായിട്ട്, ഒരു മാസമായിട്ട് തുറക്കുന്നു. അപ്പോൾ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KSU നടത്തിയ സമരപന്തലിലാണ് ആദ്യം ഞാൻ ഫസ്റ്റ് DC വിദ്യാർത്ഥിനിയായ ഞാൻ ചെന്ന് അന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് പെൺപിള്ളേരൊക്കെ സമരത്തിൽ വരുമോ അങ്ങനെയൊക്കെ. പിന്നീട് ഉണ്ടായത് ഒരുപാട്. അതിനു മുമ്പ് തന്നെ നോട്ടപ്പള്ളി ആയിരുന്നു. കോളേജിൽ ചെന്ന് ആദ്യത്തെ ദിവസം വൈകുന്നേരം ആയപ്പോൾ ക്ലാസ്സിൽ ഒത്തിരി മുതിർന്നു വരും. നമ്മളൊക്കെ ഏജ് വൈസ് ജസ്റ്റ് 16 പാസ് ചെയ്യുന്ന ക്രോസ് ചെയ്യുന്ന അതെല്ലാം ഉണ്ട്. അപ്പോൾ വളരെ സീനിയേഴ്സായ ആളുകളാണ് വരുന്നത്. അപ്പോൾ ആരാണ് അപ്പോൾ SF യൂണിയൻ നേതാക്കന്മാരാണ്. അവരൊക്കെ വീണ്ടും വീണ്ടും പഠിക്കുന്ന, മീൻസ് ഫസ്റ്റ് ഡിഗ്രി അല്ല വീണ്ടും ഒക്കെ പഠിക്കുന്നവരൊക്കെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. വന്നിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലിരുന്ന് അന്ന് ആദ്യത്തെ ഇരിക്കുന്നവരടുത്ത് ഏതോ റെസിപ്റ്റ് കൊടുക്കുന്നു, എഴുതുന്നു, ഒപ്പിടുന്നു, ഇതാക്കുന്നു, പോകുന്നു. അപ്പോൾ ഞാൻ അതിന് മുമ്പ് രാവിലെ തന്നെ പരിചയപ്പെട്ടല്ലേ, പരിചയപ്പെട്ടപ്പോൾ ഓരോ എനിക്ക് ആദ്യം രാഷ്ട്രീയം ചോദിക്കുന്നത്, എനിക്ക് എപ്പോഴും രാഷ്ട്രീയമാണ്. അപ്പോൾ സംസാരിച്ചപ്പോൾ ഭൂരിപക്ഷം പേരും കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്ന്. ഞാൻ നോക്കുമ്പോൾ ഈ SFIയുടെ മെമ്പർഷിപ്പ് എല്ലാവരും എടുക്കുകയും അവസാനം കറങ്ങി എൻ്റെ അടുത്ത് വന്നപ്പോൾ SFIയുടെ മെമ്പർഷിപ്പ് ഇത് പേരെന്താണോ ചോദിക്കുന്നത്, SFIയുടെ മെമ്പർഷിപ്പ് ഒന്ന് പറിച്ചിട്ടുണ്ട്. പേരിന്നതാ, എഴുതാൻ വരട്ടെ, എന്താ എഴുതുന്നത്? അപ്പോൾ പറയാം അത് SFIയുടെ മെമ്പർഷിപ്പാണ്. ഞാൻ ചെയ്യും എനിക്ക് SFIയുടെ മെമ്പർഷിപ്പ് ഉണ്ട്. അതെന്താ? ഞാൻ വേണ്ട, അല്ല SM കോളേജ് പഠിക്കുന്ന എല്ലാവരും അങ്ങനെ. എന്നിട്ട് പിന്നെ ചോദിച്ചു, വീണ്ടും വേണ്ടാന്ന് ചോദിച്ചു, എന്താ വേണ്ടത്? ഞാൻ KSU ആകുമ്പോൾ എങ്ങനെ SFI മെമ്പർഷിപ്പ്? KSU ഒന്നും കാര്യമില്ല, ഏത് പാർട്ടി ആയാലും SM കോളേജ് പഠിക്കാം, എല്ലാവരും മെമ്പർഷിപ്പ് എടുക്കും. അപ്പം ഞാൻ പറഞ്ഞു അത് എന്തായാലും എനിക്ക് വേണ്ട, ഞാൻ KSU ആണ്, KSU മെമ്പർഷിപ്പ്. അപ്പോൾ തന്നെ മുഖം മാറി. ആദ്യം ചിരിച്ചിരിച്ച് നിന്നവരുടെ മുഖം മാറിയിട്ട് ചോദിച്ചു എന്തുകൊണ്ട് SFI എടുക്കുന്നില്ല എന്ന് പറ. ഞാൻ പെട്ടെന്ന് റെസിപ്റ്റ് വായിച്ചു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ ഉടക്കിയത് അതിൻ്റെ ഏറ്റവും അടിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ചെറിയ അക്ഷരത്തിൽ, I shall abide by the rules and regulations of Students Federation of India. ഞാൻ പറഞ്ഞു I can't. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഭീഷണിയായി. സംഘോളയിൽ പഠിക്കുന്ന SFI അല്ല ഇവിടെ പഠിക്കും. ഞാൻ പറഞ്ഞു SFIയുടെ കോട്ടയിലല്ല ഞാൻ അഡ്മിഷൻ വാങ്ങിയത്, അതുകൊണ്ട് ഞാൻ ഇവിടെ പഠിക്കുകയും ചെയ്യും, ഞാൻ SFI മെമ്പർഷിപ്പ്. അതിന് ക്ലാസ്സിൽ ഇരുന്ന കൂട്ടുകാരൊക്കെ കണ്ടുരുട്ടുന്നു എല്ലാവർക്കും പേടിയില്ല, കുട്ടികളല്ലേ. അന്ന് തുടങ്ങിയ അന്നാണ് പോരാട്ടം ശരിക്കും, പൊളിറ്റിക്കൽ പോരാട്ടം ശരിക്കും തോന്നുന്നത്. അച്ഛനും ഒപ്പം വീട് കയറിയ ബിന്ദുകൃഷ്ണയെ കുറിച്ച് പറഞ്ഞല്ലോ, കുട്ടിയായിരുന്ന ബിന്ദുകൃഷ്ണയെ കുറിച്ച്. ആ ബിന്ദുകൃഷ്ണ കേറാത്ത ഒരൊറ്റ വീട് കൊല്ലം നിയോജക മണ്ഡലത്തിൽ ഇല്ല എന്ന് എല്ലാവരും പറയുന്നു. എല്ലായിടും എത്താൻ പറ്റിയില്ല, എങ്കിലും ഒത്തിരി അടുത്തെത്തി, ഒരുപാട് അടുത്തെത്തി. ചിലപ്പോഴൊക്കെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോകുമ്പോൾ ഞാൻ സഹപ്രവർത്തകർ 5 വർഷത്തിനിടയിൽ പരമാവധി അടുത്തെത്തി. കുറേ അടുത്ത് പറ്റത്തില്ല. ചിലപ്പോൾ നമുക്ക് 24/7 നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും നമുക്ക് പാർട്ടി പരിപാടി വരുമ്പോൾ ഒന്ന് മാറണം, ആരോഗ്യപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ ഒന്ന് മാറണം. കുടുംബത്തിൽ ഏറ്റവും പ്രധാനമായി, കുടുംബത്തിൽ കഴിഞ്ഞ 5 വർഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിനല്ലാതെ പോയിട്ടില്ല. മറ്റത് ഞാനില്ലാത്തൊരു കാര്യം കുടുംബത്തിൽ നടക്കത്തില്ല, അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിരുന്നു. എങ്കിലും ചില സ്ഥലത്ത് ഇതിപ്പോൾ ബിന്ദുകൃഷ്ണ ഇല്ലാത്തൊരു പരിപാടി മറ്റൊരു വീട്ടിൽ നടക്കില്ല, അങ്ങനെയായില്ലേ? അപ്പം ഞാൻ ഇതുവഴി പോകുമ്പോൾ ഇന്ന വീടുകളിൽ നമ്മൾ കയറിയിട്ടില്ല. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ എന്നെ സമാനം വിഷമിക്കേണ്ട, അവരൊന്നേ അടുത്ത മരണ വീട്ടിൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത കല്യാണ വീട്ടിൽ വന്നിട്ടുണ്ടാവും, അല്ലെ പള്ളി പെരുന്നാളിന് കണ്ടിട്ടുണ്ടാവും, അല്ലെ അമ്പലത്തിൽ ഉത്സവത്തിനാണ്, എവിടെയെങ്കിലും നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും. ബുദ്ധിമുട്ട് വിഷമിക്കേണ്ട എന്നൊക്കെ കൂടെയുള്ളവർ സമാധാനിപ്പിക്കാറുണ്ട്. കൊല്ലത്തെ നിയോജക മണ്ഡലത്തിൽ വോട്ടുള്ളതും വോട്ടില്ലാത്തതുമായിട്ട് കാണാത്ത ആരും ഉണ്ടാവില്ല, മേ ബി. എന്നാലും ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യമുണ്ട്, നമ്മളിങ്ങനെ മുഴുവൻ സമയം നിൽക്കുമെങ്കിലും രാഷ്ട്രീയം ശ്രദ്ധിക്കാത്ത, ഇതൊന്നും അറിയാത്ത, ജീവിത പ്രാരംഭത്തിൽ ജീവിക്കുന്നത്. ഇപ്പോൾ ബിന്ദുകൃഷ്ണയെ കൊണ്ട് നിർത്തി അറിയാത്തൊരു ചിലപ്പം കൊല്ലം നിയോജനത്തിൽ കാണും. കാരണം അങ്ങനെയുള്ള ചുരുക്കമാണെങ്കിൽ പോലും അത്തരം ആളുകളുമുണ്ട് ജീവിത പ്രാരംഭങ്ങളിൽ. സോഷ്യൽ മീഡിയ കാണാത്ത,
മാധ്യമങ്ങൾ കാണാത്ത അങ്ങനെയും ആളുകളുണ്ട്. അവരെയൊക്കെ കൂടി നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അതൊക്കെ എണ്ണത്തിൽ കുറവാണെങ്കിൽ പോലും. ഞാൻ തൃശ്ശൂരിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള റിപ്പോർട്ടിങ്ങിന് പോയപ്പം കൊല്ലത്തു നിന്നുള്ളൊരു ഫാമിലി അവിടെ കണ്ടു. അവർ പറഞ്ഞത് ഇത്തവണ ബിന്ദുകൃഷ്ണ ജയിച്ചില്ലെങ്കിൽ ഇനി ബിന്ദുകൃഷ്ണ മത്സരിക്കരുത്. കാരണം അതിനപ്പുറത്തൊന്നും ചെയ്യാനില്ല ഒരാൾക്ക്. അത്രമാത്രം ഈ 5 വർഷം ഞങ്ങൾ ചാനൽ ന്യൂസ് റൂമുകളിൽ കണ്ടിട്ടില്ല ബിന്ദുകൃഷ്ണയെ. ഞാൻ പലപ്പോഴും വിളിക്കുമ്പോൾ പറയും മോളെ ഇല്ല, ഞാനില്ല എന്ന് പറയും. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു ഈ വിജയം. ഞാൻ പറഞ്ഞുവല്ലോ, രാഷ്ട്രീയത്തിൽ വരുമ്പോൾ നമ്മളാരും MLA ആവും, മന്ത്രി ഓക്കെ, അന്ന് MLA മാരുണ്ട്, മന്ത്രി. ഞാൻ ആദ്യം കാണുന്ന മന്ത്രി, എനിക്ക് 10 വയസ്സോടൊപ്പം മന്ത്രി കണ്ട്, മന്ത്രി വീട്ടിൽ വന്നിട്ടുണ്ട്, പത്മനാഭ സാറ്. പക്ഷേ മന്ത്രിയോ അല്ലെങ്കിൽ MLA ആ പദവികളൊന്നും നമുക്ക് മീൻസ് അങ്ങനൊരു നമ്മുടെ ലക്ഷ്യം അങ്ങനെ ഒരു ചിന്തയൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. 2015 മത്സരിക്കുക, അതത് സമയത്ത് മത്സരിക്കാൻ പാർട്ടി പറയുമ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ മത്സരിക്കും. കമ്മ്യൂണിസ്റ്റ് ഇതുള്ള സ്ഥലത്താണ്, അവർക്ക് പ്രാതിനിധ്യം കൂടുതലുള്ള സ്ഥലത്താണ് മത്സരിക്കും. തോറ്റാലെന്തോ, പാർട്ടി തോക്കുന്നു. എൻ്റെ പാർട്ടിക്ക് ശക്തി ഉണ്ടായിരുന്നു, ഞാൻ അവിടെ ജയിച്ചേനെ. എൻ്റെ പാർട്ടിക്ക് ശക്തി ഇല്ലാത്തതുകൊണ്ട് ജയിച്ചില്ല. ഓക്കെ, എൻ്റെ ജോലി ഇനിയും പ്രവർത്തിക്കാൻ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എനിക്കതൊരു വിഷയമേ അല്ലായിരുന്നു. പക്ഷേ അതിന് മുമ്പ് അടക്കം പറച്ചിലുണ്ടെങ്കിലും 2021 തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം പല കോണിൽ നിന്നും വലിയ പരിഹാസങ്ങൾ, ആക്ഷേപങ്ങൾ, രാശിയില്ലാത്ത ആളാണ്, മത്സരിച്ചാൽ ജയിക്കില്ല, എവിടെ നിന്നാലും തോക്കും, ഇനി സീറ്റ് കൊടുക്കരുത്, ഇങ്ങനെ പല രൂപത്തിൽ. അത് ചില എന്താ പറയുക, നമ്മൾ പറയില്ല ട്രോൾ ആശാന്മാരൊക്കെ അതിനെങ്ങനെ ട്രോളി അപഹസിച്ച് അങ്ങനെയൊക്കെ. അപ്പോൾ അതെന്തോ നമ്മളെന്തോ കുറ്റം, മീൻസ് ഞാനെന്താ വ്യക്തി എന്തോ തെറ്റിയത്, വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ അത്യാവശ്യം എന്തെങ്കിലും ആരെങ്കിലും സഹായിക്കണം എന്നുള്ള ആളാണ് ഞാൻ. ആർക്കെങ്കിലും എവിടെയെങ്കിലും ശബ്ദം ഉയർത്തിയായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമ്പോൾ അതിനെതിരായിട്ടാണ് ശബ്ദം ഉയർത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള എന്നെയൊക്കെ അത്രയും വ്യക്തിപരമായി ആക്ഷേപിച്ചപ്പോൾ അപ്പോഴും എനിക്കുണ്ടായ തിരിച്ചറിവാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത്. ആളുകൾ ഭംഗിക്ക് പറയും പാർലമെൻ്ററി ജനാധിപത്യം മാത്രമല്ല ലക്ഷ്യം, പൊതുപ്രവർത്തനം. പക്ഷെ അങ്ങനെ തോറ്റാൽ ഇതാ പറയും. അപ്പം ജയിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ പരമാവധി, അതും എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്, റിസോഴ്സ് നമുക്കറിയാലോ. തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചുകൊണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, ദൈനംദിന സംഘടനാ പ്രവർത്തനത്തിന് സാമ്പത്തിക പ്രതിസന്ധി, പ്രത്യേകിച്ച് സ്ത്രീകൾ, പുരുഷന്മാരെക്കാൾ അത് സ്ത്രീകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള. അപ്പോൾ ആ 4 ചുറ്റുമുള്ള പ്രതിസന്ധികൾക്കിടയിൽ പ്രവർത്തിക്കുക എന്നുള്ള ദുഷ്കരമായിരുന്നു. അതായത് മുമ്പൊരു നാളുമില്ലാത്ത ഒരു തുടർഭരണത്തിൻ്റെ ആഘാതത്തിൽ, എന്നാലും ഈശ്വരാനുഗ്രഹത്തിൽ, കൊല്ലത്തെ പ്രിയപ്പെട്ടവരുടെ സഹായത്തിൽ അവരെന്നെ ചേർത്ത് നിർത്തി. അതുകൊണ്ടല്ലേ നിൽക്കാൻ പറ്റും. ശരിക്കും ജയിക്കാൻ ജനം ഭൂരിപക്ഷം പേരും സഹായിച്ചു ചേർത്ത് നിർത്തി. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് മത്സരത്തിലേക്ക് എന്നെ എത്തിച്ചത് കൊല്ലത്തെ പാർട്ടിക്കാരാണ്, കൊല്ലത്തെ മുന്നണി പ്രവർത്തകരാണ്. എന്തിനും ഏതിനും എന്നെ വിളിച്ച് തളരാനോ ഒരു നിമിഷം പോലും മനസ്സുപോലും തളരാൻ അവരെനിക്ക് അവസരം തന്നിട്ടില്ല. അവർ ചേർത്ത് നിർത്തി. ഈ പരാജയങ്ങളിൽ ഒരുപാട് മൊത്തത്തിൽ ഇങ്ങനെ ട്രോൾ ചെയ്യപ്പെട്ടൊരു സാഹചര്യമുണ്ട്. അതല്ലാണ്ട് വ്യക്തിപരമായി വേദനിപ്പിച്ച സംഭവങ്ങളുണ്ടോ? ആളുകളോ ഇല്ല, അങ്ങനൊന്നുമില്ല. അതെല്ലാവരും കാണുമ്പോൾ പറയും ജയിക്കും. കൊല്ലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ട് ഞാൻ പിന്നെ മരണ വീട്ടിലോ കല്യാണ വീട്ടിലോ പൊതുചടങ്ങുകളിലോ ചെല്ലുമ്പോൾ എല്ലാവരും പറയുന്ന വാചകം ഒന്നേ ഉള്ളൂ. എല്ലാവരും ഇറസ്പെക്റ്റീവ് പൊളിറ്റിക്സ് പറയുന്ന വാചകം, ജയിക്കേണ്ടതായിരുന്നു, എങ്ങനെ തോറ്റു ജയിക്കേണ്ട, അങ്ങനെ എല്ലാവരും നല്ല വാക്കേ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നും വ്യക്തിപരമൊന്നും ആരും വിഷമിച്ചു. ഒരു സ്ത്രീ എന്ന നിലയിൽ കുട്ടിക്കാലം മുതൽ ഈ രാഷ്ട്രീയ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് ഈ നില വരെ എത്തി. ഏതെങ്കിലും മോശം അനുഭവങ്ങളുണ്ടോ ബിന്ദുകൃഷ്ണയെ സംബന്ധിച്ച്? അങ്ങനെ വ്യക്തിപരമായ മോശം അനുഭവങ്ങൾ ഞാൻ അതെല്ലാം ഈശ്വരാനുഗ്രഹം എന്നേ പറയത്തുള്ളൂ. എനിക്ക് ചെറുപ്പത്തിലൊക്കെ പാർട്ടി പ്രവർത്തനം പോകുമ്പോൾ വീട്ടിലൊക്കെ വലിയ പ്രശ്നമായിരുന്നു. കാരണം പെൺകുട്ടികൾ അങ്ങനെ പോകുന്ന ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അമ്മയ്ക്കാണെങ്കിൽ ടെൻഷനാണ്, പ്രത്യേകിച്ച് SM കോളേജ്, അതോ കൂടെ ഊമക്കത്ത് വരും, മോളെ അങ്ങനെ ചെയ്യിപ്പിച്ച്. ഇതൊക്കെ വായിച്ചിട്ട് അമ്മയൊക്കെ അനുഭവിക്കുന്ന ടെൻഷൻ. പിന്നെ ഞാൻ പിന്നീട് അറിയുന്ന ചില ദിവസങ്ങളിൽ തിരിച്ചു വരുമ്പം അറിയുന്നത്, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മ പോയി വിളക്കിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, എൻ്റെ കുഞ്ഞിനൊരു ആപത്തും വരല്ലേ, തിരിച്ചു അങ്ങനെ പ്രാർത്ഥിക്കാനൊരു അമ്മയുടെ അച്ഛൻ്റെയും ആ ഒരു സംരക്ഷണ വലയമാണ് എനിക്ക് ദൈവം അനുഗ്രഹിച്ച. അങ്ങനെയുള്ള വ്യക്തിപരമായ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്നാൽ പലതരം ആളുകളുടേതായിട്ട് നമ്മൾ ഇടപഴകിയിട്ടുണ്ട്, പലവിധ സാഹചര്യങ്ങളുമായിട്ട് ഇടപഴകിയിട്ടുണ്ട്. അവിടെയെല്ലാം ഈശ്വരൻ്റെ ഒരു സംരക്ഷണ വലയം ഉണ്ടായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസമില്ലാത്ത ആളുകൾ വേറെ തരത്തിൽ വിശ്വസിക്കും. എനിക്കത് വിശ്വസിക്കാൻ ഇഷ്ടം, എൻ്റെ അച്ഛനും അമ്മയുടെയും പ്രാർത്ഥന. വിജയം ആഘോഷിക്കാനായിട്ട് ഇന്ദിരാഭവനിലേക്ക് വരുമ്പോൾ ചെറിയാൻ ഫിലിപ്പ് ആശ്ലേഷിക്കാൻ വരുന്നു. പക്ഷേ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു.
അത് പിന്നീട് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നു. അത് പിന്നെ സൈബർ അറ്റാക്കായി ബിന്ദുകൃഷ്ണയ്ക്ക് നേരെ വരികയും ചെയ്തു. മറ്റ് മോശം ഉദ്ദേശമൊന്നും ഉള്ള വ്യക്തിയല്ല ചെറിയാൻജി എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ ഒരു സന്ദർഭത്തിൽ ബിന്ദുകൃഷ്ണയ്ക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യം അദ്ദേഹം ഫോഴ്സ്ഫുള്ളി ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അതും സൈബർ അറ്റാക്ക് ബിന്ദുകൃഷ്ണയ്ക്ക് നേരിടേണ്ടി വന്നു അല്ലേ? അറ്റാക്കൊന്നും ഞാൻ കണ്ടില്ല. ഇത് മുഴുവൻ ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിനും ഈ സീനാന്ന് എല്ലാവരും പറയും. അറ്റാക്കൊന്നും ഞാൻ ഒരു അറ്റാക്ക് ശ്രദ്ധിക്കാറില്ല. കാരണം ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എനിക്ക് ഉചിതമെന്ന് തോന്നിയാൽ ഓക്കെ പ്രൊസീഡ് ചെയ്യാം. എനിക്ക് ഉചിതമല്ല. ഇത്തരം ആർക്ക് വേണമെങ്കിലും ഇത്തരം കാര്യം ഇതൊന്നും ഓരോരുത്തരുടെ ജീവിതശൈലിയാണ്. എനിക്ക് എൻ്റേതായൊരു ജീവിതശൈലിയുണ്ട്. അത് അന്നും ഇന്നും എന്നും എൻ്റെ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിലൂടെ ഞാൻ ജീവിക്കുന്നത്. പക്ഷേ അത് സമൂഹത്തിൽ ദോഷമല്ലാത്ത ശൈലി ആണ് ഫോളോ ചെയ്യുന്നത്. സമൂഹത്തിൽ ദോഷമുള്ളൊന്നും ഒരു ശൈലിയും ഒരു ഇഷ്ടവും എനിക്കില്ല. അപ്പോൾ അത്തരം ഒരു തീർച്ചയായും ശരിയാണ്. ഞങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് കേസു കാലം തൊട്ട് ഞാൻ കേസു യൂണിറ്റ് ഭാരമായിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണുന്നത്. അന്ന് അദ്ദേഹം നേതാവാണ്. അവരോടും ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഒരു എനിക്കൊരു ലിമിറ്റുണ്ട്. അതാണ്, വേറെ ഒന്നുമല്ല. ലിമിറ്റ് ഇല്ലാതെ ഒരാൾക്കാകാം, അത് അവർക്കാവാം. പക്ഷെ എനിക്ക് ഇതാണ് താല്പര്യം. എനിക്കിഷ്ടമായത് അത് ക്യാമറ ഉണ്ടായാലും ക്യാമറ ഇല്ലെങ്കിലും എൻ്റെ നിലപാട് ഇതാണ്. അതിനുശേഷം ചെറിയാൻജി വിളിച്ചോ? ഞാൻ മന്ത്രിയായപ്പോൾ അദ്ദേഹം വിളിച്ചിരുന്നു. കുഞ്ഞെ ഒരിക്കൽ എന്നെന്നല്ല ഞങ്ങളോട് എല്ലാവരോടും ആകെ അദ്ദേഹമായിട്ട് എനിക്ക് വിയോജിപ്പെട്ട ഒരു സമയമാണ്. അത് ബിഗ് നോ തന്നെയാണ്. അതെന്ന് പറയുന്നത് അദ്ദേഹം CPM നിന്നപ്പം കോൺഗ്രസിലെ വനിതകളെ കുറിച്ചൊരു ഒരു പ്രസ്താവന നടത്തി. അതിശക്തമായി ഞാൻ അതിനെ എതിർത്തപ്പം ഞാനും ഷാൻചിച്ചി എതിർത്തു. അപ്പോൾ പറഞ്ഞു എനിക്ക് ഷാനിമോളും ബിന്ദുകൃഷ്ണൻ ഞങ്ങളുടെ അനിയത്തിമാരെ. ശരി, അദ്ദേഹം ഞങ്ങളെ അനിയത്തിമാരായേ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴും ഞങ്ങൾക്കും ഞങ്ങളുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ. കാരണം പാർട്ടിക്ക് വേണ്ടി KSUവിനുള്ളിൽ ഒരുപാട് ത്യാഗം ചെയ്ത നേതാവാണ്. അതിനൊന്നും തർക്കമില്ല. പക്ഷേ എൻ്റെ സ്റ്റൈൽ ഓഫ് ലിവിങ് ലൈഫ് ഒന്നാണ്. ആ സ്റ്റൈലിലേ ഞാൻ പോകുന്നു. അത് ഞാൻ വീണ്ടും പറയുന്നു, ക്യാമറ ഉണ്ടായാലും ക്യാമറ ഇല്ലെങ്കിലും എൻ്റെ സ്റ്റൈൽ അതാണ്. എന്താണ് ചെറിയാൻജി വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത്? അദ്ദേഹം സന്തോഷം പറഞ്ഞ് മന്ത്രിയായാലും എൻ്റെ അനുജത്തി മന്ത്രിയായാലും സന്തോഷം. ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞു. ആ സംഭവത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല? അതങ്ങനെ പറയില്ല. കാരണം അദ്ദേഹം അദ്ദേഹത്തെ വിഷമിച്ചു. അദ്ദേഹം അങ്ങനെയുള്ള ആളൊന്നുമല്ല. ഞങ്ങൾക്കൊന്നുമില്ല, അദ്ദേഹത്തോടെ ഒന്നുമില്ല. അല്ല, നമുക്ക് ബോധപൂർവ്വം അങ്ങനെ ഒരാൾ വന്നതാണെങ്കിൽ ഇങ്ങനെയല്ലല്ലോ നമ്മളെ പ്രതികരണം. ഞാൻ മിനിസ്റ്ററുടെ പ്രതികരണം അതുമായി ബന്ധപ്പെട്ട് ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് തെറ്റായ ഉദ്ദേശം ഇല്ലാതെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അതാണ്, അദ്ദേഹത്തിന് അങ്ങനെ ഉദ്ദേശം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഉദ്ദേശമുള്ള ഒരാൾ വന്നാൽ ഇതല്ല എൻ്റെ പ്രതികരണം. നമ്മളപ്പോ എന്താ പറയാ, അതങ്ങനെയല്ല. ഇത് സ്നേഹത്തെ ഉള്ള പ്രതികരണം. നമ്മൾ ആ ദിവസങ്ങൾ ഓർക്കുമ്പോൾ കോൺഗ്രസിൽ ആരാകും മുഖ്യമന്ത്രി എന്ന വലിയ ചർച്ചകൾ നടക്കുന്നൊരു ദിവസമായിരുന്നു. അപ്പോൾ 3 പേർ തമ്മിൽ വലിയ മത്സരം, 10 ദിവസത്തോളം വൈകിയ തീരുമാനം. ആർക്കൊപ്പമായിരുന്നു ബിന്ദുകൃഷ്ണൻ? എന്തായാലും ഒരഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അത് കോൺഗ്രസ്സിലല്ലാതെ വേറെ എവിടെയെങ്കിലും പറ്റും. ഞാൻ അത്തരം പാർട്ടി വിഷയങ്ങൾ പാർട്ടി ഫോറങ്ങളിലല്ലാതെ ഇന്നും വരെ പറഞ്ഞിട്ടില്ല, ഇനിയും പറയില്ല. പാർട്ടിക്കകത്ത് നമുക്ക് നിലപാടെടുക്കാനുള്ള സ്വാതന്ത്ര്യം, അത് വലിയ സ്വാതന്ത്ര്യം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അവരുടെ പാർലമെൻ്ററി പാർട്ടി കൂടി ഡിക്റ്റേറ്റ് ചെയ്ത് പറയുന്നതല്ലാതെ അവരുടെ MLA-മാർക്ക് അഭിപ്രായം പറയാൻ പറ്റും. ഇതേ നോക്കൂ, സെക്രട്ടേറിയറ്റ് തുറന്നിട്ടിരിക്കുക. ഇത്രയും നാളെ സെക്രട്ടേറിയറ്റ് എന്തുവായിരുന്നു? അടച്ചിട്ട രാവണൻകോട്ട പോലെ അല്ലായിരുന്നു. CPM-ൻ്റെ MLA-മാർക്ക് പോലും അവിടെ കയറണമെങ്കിൽ എന്ത് പാടായിരുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും തമ്മിലുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ സൗകുമാര്യമാണെന്ന് ഞങ്ങൾ പറയുമ്പോൾ മാധ്യമങ്ങളൊക്കെ ചിലപ്പോഴൊക്കെ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ അതാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പിന്തുണയ്ക്കുന്നത് ആരെയാണെങ്കിലും VD സതീശൻ ജനകീയൻ, അല്ലെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് ചോയ്സ് എന്നൊരു. ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ജനകീയരാണ്. ഞങ്ങളുടെ ഒരു അസറ്റാണ്. നോക്കൂ, കേരളത്തിലെ പൊളിറ്റീഷ്യന്മാരിൽ 1ാം നിര, 2ാം നിര, 3ാം നിര എടുത്താൽ കോൺഗ്രസ്സിന് എല്ലാം ജനകീയ നേതാക്കന്മാരാണ്. ജനങ്ങളുമായിട്ട് ഇടപഴകി നിരന്തരമായി ഭരണപരിചയമുള്ള, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള, ജയിലിൽ കിടന്ന്. ഞാനൊക്കെ സ്കൂളിൽ അക്ഷരം ചേർത്ത് വായിച്ചപ്പോൾ മുതൽ പത്രം ഒരു അക്ഷരം വിടാതെ വായിച്ചിട്ടുള്ള ആളാണ്. ആ കാലത്തൊക്കെ എൻ്റെ മനസ്സിൽ പതിഞ്ഞ മുതിർന്ന നേതാക്കന്മാരാണ് ഇവരെല്ലാവരും. ഞങ്ങളുടെ തൊട്ട് മുമ്പ് ഞങ്ങളോടൊപ്പം KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം നടത്തിയത് രമേശിയാണ് കുറച്ചുകൂടെ സീനിയർ. ബാക്കി 2 പേരും ഞങ്ങളുടെ KSU യൂത്ത് കോൺഗ്രസ് കാലത്തിൽ തൊട്ട് മുമ്പേ ഞങ്ങളെ നയിച്ച നേതാക്കന്മാരാണ്. അപ്പോൾ അവർ ആരെങ്കിലും ഒരാൾ ജനകീയരും വേറൊരാൾ ജനകീയരല്ലെന്ന് നമുക്ക് പറയാൻ കഴിയും. എല്ലാവരും ത്യാഗങ്ങൾ സഹിച്ചു വന്നവരാണ്. അങ്ങനെ ഞങ്ങളുടെ നേതാക്കന്മാരെ അങ്ങനെ മോശമാക്കുന്നത് ശരിയല്ല. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച്
രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള വ്യക്തിയാണ് വി ഡി സതീശൻ. അന്ന് അഭിപ്രായം പറഞ്ഞ താങ്കൾ ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കൾക്ക് വലിയ സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ നിലപാടെടുത്ത് പോകുമ്പോൾ വി ഡി സതീശനെ പോലെയുള്ള ഒരാൾ നയിക്കാനുണ്ട് എന്ന് പറയുന്നത് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകമാണ്. അദ്ദേഹം എന്തുകൊണ്ട് ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇപ്പോൾ അതിന് ചോദ്യത്തിനത് പ്രസക്തി ഇല്ലല്ലോ. നിലപാടെടുത്ത് കഴിഞ്ഞു. MLA-മാരിൽ കൂടുതൽ പേരുടെ പിന്തുണയില്ല മുഖ്യമന്ത്രിക്ക്. പിന്നീട് മന്ത്രിസഭയിൽ ഇപ്പോൾ വരുമ്പോൾ അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഈ എല്ലാവരെയും യോജിച്ച് കൊണ്ടുപോകേണ്ടതിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ. അത് പ്രവർത്തനത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഈ MLA-മാരുടെ പിന്തുണയ്ക്കുന്ന ഒരു പ്രസക്തിയില്ല. ഞങ്ങളെ നേതാവിനെ തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ ഹൈക്കമാൻഡ് അത് പ്രഖ്യാപിച്ചു. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ചുമതലയേറ്റു. ഇനി ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളത് മാത്രം. അതൊന്നും ഒരു പ്രസക്തിയില്ല. ഞങ്ങൾ ഓരോരുത്തരിലും പാർട്ടി ഏൽപ്പിച്ച, ജനങ്ങളേൽപ്പിച്ച വിശ്വാസം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട്. ഓക്കെ, ഇപ്പോൾ MLA എന്നതിനപ്പുറം മിനിസ്റ്റർ ആയിട്ടുള്ള ഒരു ചുമതല കൂടിയുണ്ട്. കൊല്ലത്ത് നിയോജക മണ്ഡലത്തിൽ പണ്ടത്തെ പോലെ ഉണ്ടാകാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എങ്കിൽ പോലും മണ്ഡലത്തിലെ സാന്നിധ്യമായിരിക്കുമോ? തീർച്ചയായും ഈ പറയുന്നത് പോലെ എൻ്റെ മണ്ഡലത്തിലെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകും. അവരെ ജയിപ്പിച്ചു വിട്ട് കൊല്ലത്തിന് കിട്ടിയ ഒരു സമ്മാനം കൂടിയാണ് എൻ്റെ മന്ത്രി പദവി. അതുകൊണ്ട് തന്നെ ആ പദവി പരമാവധി ഉപയോഗിച്ച് മണ്ഡലത്തിനും നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്കും വേണ്ടി നന്മ ചെയ്യുമ്പോൾ ഒരു ദിവസം ഞാൻ ചെന്നില്ലേലും അടുത്ത ദിവസം ഞാൻ പോയി അത് തീർക്കും. എല്ലാവരിലേക്കും ഞാൻ എത്തും. ഓക്കെ, അപ്പോൾ കൊല്ലത്തുകാർക്കൊപ്പം എപ്പോഴും ഉണ്ടാകും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.